ഹലോ ഗായ്സ്, വെൽക്കം ടു ഫാമിലി. യു കെയിലുള്ളവർക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, UK BRP കാർഡ് എങ്ങനെയാണ് EVC ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണ് എന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ UK ഒട്ടുമിക്ക ആൾക്കാരെയും BRP കാർഡിലെ എക്സ്പയറി ഡേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക December 31st 2024 ആയിരിക്കും. പക്ഷെ ഒറിജിനലി ചിലപ്പോൾ അതായിരിക്കില്ല. ഹോം ഓഫീസ് ഓൾറെഡി നമ്മളോട് പറഞ്ഞ കാര്യമാണ്. ഈ 2024 December 31st കൂടി അവർ UK BRP കാർഡ് സിസ്റ്റം തന്നെ മാറ്റാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഹോം ഓഫീസിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ ഇമെയിൽ വന്നിട്ടുണ്ടായിരിക്കും, നിങ്ങളുടെ UK BRP കാർഡ് EVC ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ BRP കാർഡ് ഇപ്പൊ EVC ആയിട്ട് ഓൾറെഡി കൺവേർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പറഞ്ഞു നീട്ടുന്നില്ല, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ കയ്യിലുള്ള BRP കാർഡ് EVC ആക്കി ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇമെയിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൽ പലവർക്കും ഈ ഇമെയിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടു. പക്ഷെ അവരും അവരുടെ BRP EVC ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. UK BRP to e-visa ആപ്ലിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന പേജ് തന്നെ ഇതാണ്. അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ BRP കാർഡ് EVC ആയിട്ട് കൺവേർട്ട് ചെയ്തതിൻ്റെ വീഡിയോ ആണ് കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതും ഫുൾ മൊബൈലിലാണ് എല്ലാ പ്രോസസ്സും ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ആദ്യമേ തന്നെ ആ ഇമെയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. അപ്പം ഞാൻ ക്രോം ബ്രൗസറിലാണ് ഇത് ഓപ്പൺ ചെയ്തത്. ഇങ്ങനൊരു പേജാണ് അപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നത്. ഗെറ്റ് ആക്സസ് ടു യുവർ e-visa. ഈ പേജിൽ അവർ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് EVisa, അതുപോലെ തന്നെ ഹൂ ക്യാൻ സെറ്റപ്പ് ആക്സസ് ടു ആൻ EVisa, അതുപോലെ തന്നെ ബിഫോർ യു സ്റ്റാർട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കയ്യിൽ കരുതണം, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിന് ആവശ്യം വരിക, അങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഈ പേജിൽ ഏറ്റവും താഴെയായിട്ട് ഒരു സ്റ്റാർട്ട് നൗ എന്ന് പറയുന്ന ഒരു ടാബ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ ഹാഡ് എ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ്. അപ്പോൾ യെസ്സിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു സ്റ്റിൽ ഹാവ് യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ്? യെസ്, കണ്ടിന്യൂ. ദെൻ നെക്സ്റ്റ്, ഈസ് യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് വാലിഡ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എനിക്ക് യെസ് ആണ്, എൻ്റെ ഇപ്പോഴും വാലിഡ് ആണ്, അതുകൊണ്ട് ഞാൻ യെസ് സെലക്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂ. നെക്സ്റ്റ് ആയിട്ട് അവർ പറയുന്നത് ഒരു UKVI അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ്. ഈ പേജിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഒരു UKVI അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടതെന്നുള്ളത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത്, BRP, പാസ്പോർട്ട് ഓർ അതർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ആക്സസ് ടു യുവർ ഇമെയിൽ അഡ്രസ് ഓർ ഫോൺ നമ്പർ. ഇതിന് തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഹു ആർ യു ക്രിയേറ്റിംഗ് ദിസ് അക്കൗണ്ട് ഫോർ. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് വേണ്ടി ചെയ്യണതായതുകൊണ്ട് ഞങ്ങൾ മീയാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ടാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട ഓപ്ഷൻ someone else ആണ്. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഗിവൺ നെയിം ആൻഡ് സർനെയിമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്തത് വാട്ട് ഈസ് യുവർ കൺട്രി ഓഫ് നാഷണാലിറ്റി. അപ്പോൾ അതിൽ ഞാൻ ഇന്ത്യ സെലക്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂ. വിച്ച് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആർ യു യൂസിങ്. അപ്പോൾ BRP സെലക്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂ. എൻറ്റർ യുവർ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് ഡീറ്റെയിൽസ്. ഇവിടെ നമ്മൾ BRP കാർഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ BRP കാർഡിൻ്റെ നമ്പറും BRP കാർഡിലെ എക്സ്പയറി ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് BRP കാർഡിൽ കൊടുത്തിട്ടുള്ള എക്സ്പയറി ഡേറ്റ് ആണ്. അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരുടെയും 31/12/2024 ആയിരിക്കും. ഞങ്ങളുടെ അത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ അതാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. നെക്സ്റ്റ് കണ്ടിന്യൂ. അടുത്തത് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്ത കാരണം ഇമെയിൽ അഡ്രസ്സിലേക്ക് അവരൊരു സെക്യൂരിറ്റി കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡായിരിക്കും അത്. ആ കോഡ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് പേജിൽ നമ്മുടെ ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നേരത്തെ ഇമെയിൽ കൊടുത്തപ്പോൾ നമുക്ക് സെക്യൂരിറ്റി കോഡ് വന്നതുപോലെ ഇപ്പോൾ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒരു സെക്യൂരിറ്റി കോഡ് നമ്മുടെ ഫോൺ നമ്പറിലേക്ക് വരും. അപ്പോൾ ആ കോഡ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അടുത്തത് ഡു യു വാണ്ട് someone else to have access to your account. അപ്പോൾ ഇവിടെ ഞങ്ങൾ നോ ആണ് കൊടുത്തത്. നെക്സ്റ്റ് കണ്ടിന്യൂ. അടുത്തതായിട്ട് നമ്മൾ ഇത്ര നേരം കൊടുത്തിരിക്കുന്ന എല്ലാ ആൻസേഴ്സും കറക്റ്റ് ആണോ എന്ന് ഒന്നും കൂടെ വെരിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഒരു ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ബട്ടൺ കാണാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് UK വിസാസ് ആൻഡ് ഇമിഗ്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റഡ്. അപ്പോൾ നമ്മുടെ UKV അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയി. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇമെയിലും വരും കേട്ടോ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്ത് കയറിയിട്ടാണ് നമ്മുടെ ബാക്കി സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ തന്നിരിക്കുന്ന ഈ പേജിന് താഴെയായിട്ട് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഇമെയിലിലും ഒരു സൈൻ ഇൻ ഓപ്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈൻ ഇൻ ചെയ്യാൻ പോവാണ്. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഡിഡ് യു യൂസ് വെൻ യു ക്രിയേറ്റഡ് യുവർ അക്കൗണ്ട്. അപ്പോൾ നമ്മൾ BRP വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ BRP സെലക്ട് ചെയ്യുക, ദെൻ കണ്ടിന്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ BRP കാർഡിൻ്റെ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. അടുത്തത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക, ദെൻ കണ്ടിന്യൂ. അടുത്തതായിട്ട് സെക്യൂരിറ്റി കോഡ് എങ്ങനെയാണ് റിസീവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. നമ്മുടെ ഫോണിലേക്ക് അയക്കണോ അതോ ഇമെയിലിലേക്ക് അയക്കണോ എന്ന് ചോദിക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ദെൻ കണ്ടിന്യൂ. നമ്മൾ ഏത് ഓപ്ഷനാണോ ചൂസ് ചെയ്തത് അപ്പോൾ അതിലേക്ക് അവർ 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കണ്ടിന്യൂ. ഇപ്പം നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്ത് കയറി. നെക്സ്റ്റ് പേജിൽ വരുന്നത് ലിങ്ക് യുവർ വിസ ടു യുവർ അക്കൗണ്ട്. അപ്പോൾ അതിൽ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ലിങ്ക് യുവർ വിസ ടു യുവർ അക്കൗണ്ട്. അതിൽ നമ്മുടെ യൂണിക് റെഫറൻസ് നമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആൻഡ് കോൺടാക്റ്റ്. ഇതിൽ കാണുന്ന കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഐഡൻറ്റിറ്റി കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. UK ഇമിഗ്രേഷൻ ID ചെക്ക് ആപ്പ് എന്നാണ് അതിൻ്റെ പേര്. ഈ ആപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കാം. പിന്നെ ഇവിടെ ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആദ്യമേ തൊട്ട് മൊബൈൽ തന്നെ ചെയ്യുന്നത് കാരണം എനിക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് വാട്ട് ഐഫോൺ ഡു യു ഹാവ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. അതല്ല ഇപ്പം കുറേ പേര് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവരുണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്സ് വരുന്നത് നമ്മുടെ ഈ ആപ്പിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ ചെയ്തവർക്ക് അവിടെ ഒരു QR കോഡോ അല്ലെങ്കിൽ ഒരു ഷെയർ കോഡോ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതും ഈ മൊബൈലുള്ള ആപ്പുമായിട്ട് ഒന്ന് ലിങ്ക് ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർ ആ ഒരു ഷെയർ കോഡ് അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഡയറക്റ്റ് നിങ്ങളുടെ ആപ്പിൽ ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയാണ് ആ പേജ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ പേജിൽ ഏറ്റവും താഴെയായിട്ട് ഒരു കണ്ടിന്യൂ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി നീഡ് ടു കൺഫേം ഹൂ യു ആർ. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ മെയിൽ ID വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ സെക്യൂരിറ്റി കോഡ് അവർ സെൻഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഓപ്ഷനാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഏത് ഓപ്ഷനാണ് ചൂസ് ചെയ്തത് അപ്പോൾ അതിലേക്ക് ഒരു 6 ഡിജിറ്റ് സെക്യൂരിറ്റി കോഡ് അവർ സെൻഡ് ചെയ്ത് തരും. ആ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആപ്പായിട്ട് കണക്റ്റഡ് ആവും. ഇനി ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എല്ലാ സ്റ്റെപ്സും അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് BRP കാർഡിൻ്റെ ബാക്ക് സൈഡാണ്, പിന്നെ ഫ്രണ്ട് സൈഡ്, പിന്നെ ചിപ്പ്. അപ്പോൾ അതൊക്കെ എങ്ങനെ സ്കാൻ ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും സ്ക്രീനിൽ. അതിനുശേഷം നമ്മുടെ ഫേസ് സ്കാൻ ചെയ്യണം. അതെങ്ങനെയാണെന്ന് അവർ കറക്റ്റായിട്ട് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഫോട്ടോയാണ് എടുക്കേണ്ടത്. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വേണം നമ്മൾ നിൽക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുത്തതിന് ശേഷമാണ് ഈ സ്റ്റെപ്സ് മൊത്തം കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി. ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന സ്റ്റാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഏത് ഡോക്യുമെൻ്റാണ് നിങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്, പാസ്പോർട്ടാണോ BRP കാർഡാണോ എന്നുള്ളത്. അപ്പോൾ അതിൽ BRP സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം BRP സ്കാൻ ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഫേസ് സ്കാൻ ചെയ്യുക. ലാസ്റ്റ് നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാലാണ് ഈ സ്റ്റെപ്സ് കംപ്ലീറ്റ് ആവുന്നത്. ലാസ്റ്റ് നമ്മുടെ ഫോട്ടോയും കൂടി എടുത്തു കഴിഞ്ഞ് എല്ലാം സക്സസ് ആയി കഴിഞ്ഞാൽ സ്ക്രീനിൽ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കാണിച്ചു തരും. അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ ഒന്ന് വെരിഫൈ ചെയ്തതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന സബ്മിറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതോടുകൂടി ID ചെക്ക് ആപ്പ് യൂസ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റെപ്സും നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്തിട്ടാണ് ബാക്കി നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഞാൻ ഫോണിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് ആ സ്ക്രീനിൽ കാണുന്ന കണ്ടിന്യൂവിൽ ഞാൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വന്നത്. ഐഡൻറ്റിറ്റി ഇൻഫർമേഷൻ സബ്മിറ്റഡ് ആണ് ഇപ്പം. ഇനി നെക്സ്റ്റ് നമ്മൾ ഫോണിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയിട്ട് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട പേജ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിലെ കൺഫേം യുവർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി കാണിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് യുവർ ലൊക്കേഷനാണ്. അപ്പോൾ യുവർ ലൊക്കേഷൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യാം. ആർ യു ഇൻ ദ UK നൗ? യെസ് ഐ ആം ഇൻ ദ UK എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം.
നെക്സ്റ്റ് നമ്മളിപ്പോൾ കൊടുത്ത ആൻസർ റീചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ യുവർ ലൊക്കേഷൻ സ്റ്റെപ്പും കംപ്ലീറ്റഡ് ആയി കാണിക്കും. അടുത്തത് കോൺടാക്ട് പ്രിഫറൻസസ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വിച്ച് ഇമെയിൽ അഡ്രസ് ക്യാൻ വി യൂസ് ടു കോൺടാക്ട് യു. അപ്പോൾ ഇതിൽ ഏത് ഇമെയിൽ അഡ്രസ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അടുത്തത് ഫോൺ നമ്പർ. അപ്പോൾ ഏത് ഫോൺ നമ്പർ ആണെന്ന് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പിന്നെയും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ചെക്ക് യുവർ ആൻസേഴ്സ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺടാക്ട് പ്രിഫറൻസസ് എന്ന് പറയുന്ന സ്റ്റെപ്പും ഇപ്പോൾ കംപ്ലീറ്റഡ് ആയി കാണിക്കുന്നുണ്ട്. അടുത്തത് അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 സെറ്റ് ഓഫ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കും. അപ്പോൾ ഓരോ സെറ്റിലും ഓരോ ക്വസ്റ്റ്യന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓരോ സെറ്റിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യന് മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ 3 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. ചെക്ക് യുവർ ആൻസേഴ്സ്. നമ്മുടെ ആൻസേഴ്സ് ഒന്നുകൂടെ റീചെക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ഡിക്ലറേഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇതിലവർ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഫസ്റ്റ് ഓപ്ഷനാണ് ഇപ്പം ഞാൻ ചൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങളുടെ ഓപ്ഷനായിട്ട് വരുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് സബ്മിറ്റ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇതിൽ കൺഫേം ആൻഡ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി. ഇങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് സ്ക്രീനിൽ വരുന്നത്. അതിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പർ എല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഇമെയിലും വരും. അതിൽ നിങ്ങളുടെ റെഫറൻസ് നമ്പറും എല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം വിതിൻ 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ഇ വിസ റെഡിയായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമെയിലും കൂടെ വരും. ആ ഇമെയിലിൽ അവരൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ലിങ്കിൽ കയറി നോക്കിയാൽ നിങ്ങളുടെ ഇ വിസ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.